നമസ്കാരം. മലയാളി വാർത്താ സ്പെഷ്യലിലേക്ക് കയറിപ്പോന്നോളി. പെട്ടി പെട്ടി ബജറ്റ് പെട്ടി പെട്ടി തുറന്നപ്പം ഗോപാലൻ പൊട്ടി. ആ പെട്ടി പെട്ടി ബജറ്റ് പെട്ടി പെട്ടി തുറക്കുമ്പം മുഖ്യനോടി. സുഹൃത്തുക്കളെ, അങ്ങനെ ആ സുലഭ മുഹൂർത്തത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി. സംസ്ഥാന സർക്കാർ ബജറ്റ് അവതരിപ്പിക്കാൻ സമയമാകുന്നു. ആ കൊട്ടട മേളം അങ്ങോട്ട് തുടങ്ങട്ടെ ആട്ടവും പാട്ടും. പൂച്ചമറ്റ ഖജനാവിനും ഗോദ്രേജ് പൂട്ടിട്ട് പൂട്ടി. ആ പെട്ടി നാളെ തുറക്കുമ്പോൾ മലയാളികളെ നിങ്ങൾ ഞെട്ടി തരിക്കും. ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ, ഇതിനൊരു കപ്പിത്താൻ ഉണ്ട് സാർ. ബജറ്റ് പെട്ടി തുറന്നു കഴിയുമ്പോൾ കപ്പിത്താൻ ഓടി തള്ളും സാർ. എന്തുമാകാതലിരുന്നിട്ടാണാവോ ബജറ്റൊക്കെ അവതരിപ്പിക്കാൻ പോണത്. ബജറ്റിന് മുൻപ് ബാലഗോപാലൻ ഒരു പത്രസമ്മേളനം നടത്തി. കർട്ടന്റെ ദിപ്പുറത്ത് നിന്ന് ഗോവിന്ദമാമൻ പറഞ്ഞു, ബജറ്റിൽ വമ്പൻ സർപ്രൈസുകൾ ഉണ്ടെന്ന് പറ ബാലു. അങ്ങനെ ബാലു. ബട്ട് ബാലഗോപാൽ ഒരൊറ്റ ഡയലോഗാ, എന്റെ കയ്യിൽ മാന്ത്രിക വടിയൊന്നുമില്ല, അതായത് നയാ പൈസ കയ്യിലില്ലെന്ന്. ബജറ്റ് ഊഞ്ഞാല. ഇത് കേട്ടതും തലയിൽ കൈവച്ച് ഗോവിന്ദൻ 3.0 വട്ടത്തിൽ അല്ല 3G ആയി പോയി മുക്കിയാ പോയി. അങ്ങനെ CPM-ന്റെ മൂട്ടിൽ തന്നെ കുന്തിരിക്കാൻ പുകച്ചു ധനമന്ത്രി. സാമ്പത്തിക പ്രതിസന്ധി ഒന്നും കണക്കിലെടുക്കാതെ ജനപ്രിയ ബജറ്റ് കീച്ചണമെന്ന CPM പ്ലാൻ 8 നിലയിൽ പൊട്ടിച്ചു ധനമന്ത്രി. ചതിച്ചതാ ബാലു, ചതിച്ചതാ. മിസ്റ്റർ കൂറ്റനാട് ഗോവിന്ദൻ, ഇത് അപ്പം ചുടലൊന്നും അല്ല, ബജറ്റ് അവതരണമാണ്. ഹേ, ഒന്നങ്ങോട്ടോ ഒന്നിങ്ങോട്ടോ പാളിയാൽ മലയാളി എണ്ണ എടുത്തിട്ട് ഊഞ്ഞാലാട്ടും. അല്ലെങ്കിൽ തന്നെ ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുമ്പം പാടട്ടെ എന്നാണ് അവര് ട്രോളുന്നത്. പെറ്റ് കിടക്കാൻ പൂച്ച പോലും നാണിക്കുന്ന ഈ ഖജനാവും വെച്ചോണ്ട് മാജിക്ക് കാണിക്കാൻ ഞാൻ ന്യായായി ഒന്നും അല്ലേ. ഹേ, നോ ബാലു, റിച്ച് ആണ് നമ്മൾ, റിച്ച് ആണ്. റിച്ച് എന്നെ കൊണ്ടൊന്നും വെറുതെ പറയിക്കരുത് കേട്ടോ. റിച്ച് ആണ് നാട്ടാരോട് പറയാൻ AKG സെന്ററിലെ ബജറ്റ് അല്ല ഞാൻ അവതരിപ്പിക്കുന്നത്, സംസ്ഥാന സർക്കാർ ബജറ്റാണ്. ബാലു, പാർട്ടിക്കും മുകളിലല്ല മന്ത്രി കസേര, ഓർമ്മ വേണം കേട്ടോ. ഈ ബജറ്റ് എഴുതിയത് ഞാനും മുഖ്യനും കൂടിയാണെങ്കിൽ എന്നെ കൊണ്ട് ഇത് വായിപ്പിച്ചിരിക്കും. ഒന്നുമില്ലേലും എല്ലാം ഉണ്ടെന്നങ്ങ് പറഞ്ഞേക്കണമെന്ന് വെച്ചങ്ങ് കീച്ചണം. 3.0 പിടിക്കണ്ടേ നമുക്ക്? എന്റെ പൊന്നോ വേണ്ട, എങ്ങനെയായാലും 2.5 വർഷം കൂടി ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി. ഈ ഖജനാവിന്റെ താക്കോല് ഞാൻ അങ്ങ് കൈമാറുമായിരുന്നു. നാട്ടാരുടെ പൂരപ്പാട്ട് കേട്ട് ഞാൻ മടുത്തേക്കുന്നു. മന്ത്രി കസേരയല്ല, ഇത് ഒരുമാതിരി മുൾക്കിരീടമാണ് കേട്ടോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നോ. സുഹൃത്തുക്കളെ, അങ്ങനെ AKG സെന്ററിൽ നിന്ന് എഴുതി തന്ന ബജറ്റ് ബാലഗോപാൽ ചുരുട്ടിക്കൂട്ടിയിട്ടുണ്ട്. പണി 18ന്റെ കിട്ടുമെന്നറിയാവുന്നതുകൊണ്ട് ബാലു അണ്ണൻ മലയാളികളോട് സത്യം അങ്ങ് തുറന്നു പറഞ്ഞടേ, വെറും പ്രഹസനം മാത്രമാണ് ഈ ബജറ്റ്. ഒരു മാജിക്കും ഇതിനകത്തിലില്ല. പിന്നെ ആകെ ഒരു മാജിക്കുള്ളത് സാമ്പത്തിക ഞെരുക്കത്തിന്റെ കയർ കഴുത്തിൽ കുരുങ്ങാതെ രക്ഷപ്പെടാൻ നോക്കുന്ന മലയാളികളുടെ അതിജീവനത്തിന്റെ കണ്ണീർ കാഴ്ച. സംഭവ ബഹുലം തന്നെയുടെ ഈ ബജറ്റ് കഥ. ഇതങ്ങനെ ബാലഗോപാലൻ അണ്ണൻ അവതരിപ്പിക്കുന്ന ഇടിവെട്ട ഐറ്റം, പൊട്ടിയ AKG ബജറ്റ് അഥവാ പിണറായിയുടെ പഴുക്കിനാവ്. ഇത് കോടി ക്ലബിൽ കയറുമെന്ന് ആരും കരുതരുത്. സംഭവം ഇറങ്ങിക്കഴിഞ്ഞ് മൗത്ത് പബ്ലിസിറ്റി ആയിരിക്കും കൂടുതലുള്ളത്. എന്തോന്നാ, മുഖ്യനെ തെറി വിളിക്കുന്നതായിരിക്കും നടക്കാൻ പോകുന്നതെന്ന്. കൂടുതലൊന്നും ഇല്ലടേ. കഷ്ടകാല സമയത്ത് മുട്ടയടിച്ചപ്പോൾ കല്ലുമഴ പെയ്തെന്ന് പറഞ്ഞ പോലെയാണ് ബാലു അണ്ണന്റെ അവസ്ഥ. എന്ത് ചെയ്യാൻ പറ്റും? ബജറ്റിന് മണിക്കൂറുകൾ ശേഷിക്കെ കേന്ദ്രവും വെച്ചു ഒരമിട്ട്. കേരളത്തിന്റെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാരിന്റെ ധനകാര്യ മാനേജ്മെന്റിലെ പിടിപ്പുകേടാണെന്ന് കേന്ദ്ര സർക്കാർ അങ്ങ് സുപ്രീം കോടതിയിൽ പോയി പറഞ്ഞേക്കുന്നു. നിർമ്മലേച്ചിയെ നന്ദിയുണ്ടെന്ന് ബാലഗോപാലന്റെ കരച്ചിൽ. ഇക്കണ്ട ദൂർത്തെല്ലാം നടത്തിയിട്ട് ക്ലിഫ് ഹൗസിൽ കയറി അടയിരിക്കുകയാണ് മുഖ്യൻ. ബാലു, എന്റെ എല്ലാ ബാധ്യതകളും ഞാൻ എന്നെ ഏൽപ്പിക്കുകയാണ്, ഭംഗിയായി നോക്കണം കേട്ടോ. ബാലു അണ്ണന്റെ ഒരു ഗതികേട് നോക്കണേ. എന്റെ കയ്യിൽ ഒന്നുമില്ല, എന്റെ കൂടെ ആരുമില്ല, എന്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും എനിക്കൊരു കോപ്പുമില്ല. ഈ പാട്ടാണ് ബജറ്റ് കഴിയുമ്പോൾ ബാലഗോപാലൻ സേട്ടൻ പാടാൻ പോകുന്നത്. ഇനിയുണ്ട് ഇതുപോലത്തെ കുറെ കരച്ചിലുകൾ. അപ്പൊ കാണാം.